2023 ഒഡീഷയിലെ ബാലസോറിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ 296 ആളുകൾ മരിച്ചതിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് തൊട്ടുപിന്നാലെ വീണ്ടും ഒരു അപകടം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പശ്ചിമ ബംഗാളിൽ സിലിഗുരിയിൽ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഇതുവരെ 15 പേർ മരിക്കുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോക്കോ പൈലറ്റ് മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ഗതാഗത സംവിധാനങ്ങളുള്ള ഇന്ത്യയിൽ സമാനമായ നിരവധി അപകടങ്ങളും തുടർന്നുണ്ടായ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 1981 ബീഹാറിലെ ബാഗ്മതി പുഴയിലേക്ക് ട്രെയിൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 500നും 800നും ഇടയിലാണ്. രാജ്യത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായ ട്രെയിൻ അപകടം ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒഡീഷ ട്രെയിൻ ദുരന്തം 2023 ജൂൺ 2-നായിരുന്നു ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. ബാലസോർ ജില്ലയിലെ ബഹനാഗ ബസാർ സ്റ്റേഷനിൽ നിന്നെടുത്ത് കോറമാൻഡൽ എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിൽ ഇടിക്കുകയായിരുന്നു. പാളം തെറ്റിയ ചില കോച്ചുകൾ അടുത്തുള്ള ട്രാക്കിലേക്ക് വീഴുകയുമായിരുന്നു. അതേസമയം എതിരെ വരികയായിരുന്ന യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസ് ഇതിലേക്ക് കൂട്ടിയിടിക്കുകയും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയുമായിരുന്നു. 296 പേർ മരിക്കുകയും 1200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പെരുമൺ ദുരന്തം കേരളത്തിൽ 3.5 പതിറ്റാണ്ട് മുൻപുണ്ടായ ട്രെയിൻ ദുരന്തത്തിൽ 100-ലധികം പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. 1988 ജൂലൈ 8-ന് കൊല്ലത്തെ പേരിനടുത്തുള്ള പാലത്തിനു മുകളിൽ നിന്ന് ട്രെയിൻ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി വീണത് അഷ്ടമുടി കായലിലേക്കായിരുന്നു. പെരുമൺ ദുരന്തം എന്നറിയപ്പെടുന്ന ട്രെയിൻ അപകടത്തിൽ 105 പേരാണ് മരിച്ചത്. 200-ലധികം പേർക്ക് പരിക്കേറ്റു. ജ്ഞാനേശ്വരി എക്സ്പ്രസ് പാളം തെറ്റിയുള്ള അപകടം. CPI മാവോയിസ്റ്റ് എന്ന നിരോധിത സംഘടന ആരോപണ വിധേയരായ അപകടത്തിൽ 170 പേർ മരിച്ചിരുന്നു. CPI മാവോയിസ്റ്റിന്റെ ആസൂത്രിത ആക്രമണമാണ് അപകടത്തിന് പിന്നിലെന്നാണ് സംശയിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ വെച്ച് പുലർച്ചെ 1:30-നാണ് അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ട ട്രെയിനിനെ പിന്നീട് മറ്റൊരു ചരക്ക് ട്രെയിനും വന്നിടിക്കുകയായിരുന്നു. ഫിറോസാബാദ് ദുരന്തം 1995 ഓഗസ്റ്റ് 20-നായിരുന്നു ട്രെയിൻ അപകടം ഉണ്ടായത്. ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന പുരുഷോത്തം എക്സ്പ്രസ് ഉത്തർപ്രദേശിലെ ഫിറോസാബാദിന് സമീപം പശുവിനെ തട്ടിയതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാളിന്തി എക്സ്പ്രസിന് പിന്നിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇതേ ട്രാക്കിലൂടെ ഓടാൻ പുരുഷോത്തം എക്സ്പ്രസിന് അനുമതി നൽകിയത് മൂലം 358 പേരാണ് അപകടത്തിൽ മരിച്ചത്. ബീഹാർ ട്രെയിൻ ദുരന്തം ബീഹാറിലെ സഹർസ ജില്ലയിൽ ബാഗ്മതി പുഴയിലേക്ക് പാസഞ്ചർ ട്രെയിൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 500 മുതൽ 800 വരെ ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ചുഴലിക്കാറ്റാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. വെള്ളപ്പൊക്കവും ഇതിന് കാരണമായി ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ധനുഷ്കോടിയിലെ ട്രെയിൻ അപകടം. ധനുഷ്കോടി എന്ന പ്രദേശത്തെ വിഴുങ്ങിയ 1964-ലെ ചുഴലിക്കാറ്റിൽ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അപകടത്തിൽപ്പെട്ടിരുന്നു. ട്രെയിനിൽ ആകെ ഉണ്ടായിരുന്ന 150 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഡിസംബർ 3-നായിരുന്നു സംഭവം ഉണ്ടായത്. കടലുണ്ടി ട്രെയിൻ അപകടം 2001 ജൂൺ 22-നായിരുന്നു 52 പേരുടെ മരണത്തിന് ഇടയാക്കിയ കടലുണ്ടി ട്രെയിൻ അപകടം നടന്നത്. പെരുമൺ ദുരന്തത്തിനു ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടമായിരുന്നു കടലുണ്ടിയിലുണ്ടായത്. മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പാലത്തിനു മുകളിൽ നിന്ന് പാളം തെറ്റി പുഴയിലേക്ക് പതിച്ചായിരുന്നു അപകടം നടന്നത്. കനത്ത മഴയുള്ള ദിവസം വൈകിട്ട് 5:30-ന് 3 ബോഗികൾ പുഴയിലേക്ക് മറിഞ്ഞു. ഇവയിൽ 2 എണ്ണം പാലത്തിനും പുഴയ്ക്കുമിടയിൽ തങ്ങി നിന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു.